ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. മരണപ്പെട്ട ദീപകിൻ്റെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. എത്രയും വേഗം ഷംജിത അത് മാത്രമാണ് യൂട്യൂബും ഫേസ്ബുക്കും തുറന്നാൽ കാണാൻ പറ്റുന്നത്. ആ അറുവാണിച്ചയെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. നമ്മുടെ കേരള പോലീസ് തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഇന്നെങ്കിലും അതിനെ ഒന്ന് അറസ്റ്റ് ചെയ്യോ? എന്തുകൊണ്ട് ഷംജിത ഇവിടെ നിന്നും ഒളിവിൽ പോയി? ആരാണ് സഹായിച്ചത്? എങ്ങനെയാണ് പോയിരിക്കുന്നത്? വിദേശത്തോ ഇനി കേരളത്തിലോ അല്ലെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് താവളത്തിലേക്ക് മാറാൻ ഷംജിതയ്ക്ക് ആരാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ദീപക് മരിച്ചിട്ട് 4 ദിവസമായി. മരണപ്പെട്ട ദിവസം തന്നെ അവൾ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ പിൻവലിക്കുകയും പിന്നീട് മറ്റൊരു വിശദീകരണവുമായി വരികയും ചെയ്തപ്പോൾ പോലും ഇവിടുത്തെ പോലീസുകാരും തന്നെ അവളെ അറസ്റ്റ് ചെയ്യാൻ പോയില്ല. ദീപകിൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താൻ നല്ല ഉത്സാഹമായിരുന്നു. അതേ ഉത്സാഹം ആ സ്ത്രീയെയും അറസ്റ്റ് ചെയ്യാൻ കാണിക്കാമായിരുന്നു. ഇപ്പോൾ മൊഴിയെടുത്ത് FIR ഇട്ടതുകൊണ്ട് ഷംജിതയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒരു ഷംജിതയല്ല, ഇവള് പോലുള്ള മറ്റ് സ്ത്രീകൾ പലരും വിചാരിച്ചാൽ ഒരു കുടുംബം ഇല്ലാതാക്കാൻ കഴിയും. ഒരാളുടെ ജീവൻ എടുത്തത് ഒരു വീഡിയോ ആണ്. നമ്മളൊക്കെ വീഡിയോ ചെയ്തിടാറുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്ന വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. മറ്റൊരാളുടെ മാനത്തിന് വില പറയാതെ നമ്മൾ വീഡിയോ ചെയ്തിടണം. രണ്ടാമത്തെ കാര്യം, റീച്ചിന് വേണ്ടി മാത്രമാകരുത് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോ പോലും റീച്ചിന് വേണ്ടി ചെയ്തിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ വഴി റീച്ച് കിട്ടാനും അതിലേക്ക് എത്തിക്കുന്നതും എല്ലാം ഇതുപോലുള്ള ഓരോ ക്രൂരകൃത്യങ്ങളാണ്. ഈ ക്രൂരകൃത്യം ചെയ്ത ആളെ ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ആളായ ഷംജിതയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഷംജിതയ്ക്ക് വേറെ ആരുമില്ലേ? അവളുടെ കുടുംബം എവിടെ പോയി? എല്ലാവരും എന്താണ്? എല്ലാവരും ഒളിത്താവളത്തിലാണോ? ഒരു പെണ്ണ് ഒരു പുരുഷന്റെ ജീവനാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ കുടുംബം ഇല്ലാണ്ടാക്കാനും ഒരു പുരുഷനെ ഇല്ലാണ്ടാക്കാനും ആ കുടുംബത്തിൻ്റെ എത്രയോ വിലപ്പെട്ടതായിരുന്നു ദീപക്. ആ അച്ഛനും അമ്മയ്ക്കും ഒരിക്കൽ പോലും മറക്കാനോ പൊറുക്കാനോ കഴിയാതെ അവൻ യാത്രയായി. ആ അമ്മയുടെ നിലവിളി, ആ അമ്മയുടെ അവസ്ഥ ഷംജിതയ്ക്ക് വരണം. ഷംജിതയ്ക്ക് ആ അവസ്ഥ വരും. അധികം വൈകാതെ ഷംജിത, നിനക്കും ആ അവസ്ഥ വരും. നമ്മുടെ ചാനലുകളിലൊന്നും തന്നെ മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റ്, കൈരളി ഇതുപോലെയുള്ള മറ്റ് ചാനലുകൾ ആരും തന്നെ ഈ ഷംജിതയുടെ ഫോട്ടോ ബ്ലർ ചെയ്യാതെ ഇട്ടിട്ടില്ല. ധൈര്യമില്ല മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഈ വാർത്ത വായിക്കുന്ന ഇവർക്കെല്ലാവർക്കും സഹോദരനായും ഭർത്താവായും മകനായും അവരുടെ എല്ലാവരുടെ വീട്ടിലും ഒരു പുരുഷൻ കാണുമല്ലോ. അവർക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവരിങ്ങനെ ഒളിഞ്ഞിരിക്കുമോ? എന്തിനാണ് ഇത് ഒളിഞ്ഞിരുന്നിട്ട് വാർത്ത വായിക്കുന്നത്? ഫ്ലവേഴ്സ് ചാനലിലെ എല്ലാ ഘോരഘോരം പ്രസംഗിക്കുന്ന വാർത്താ അവതാരകൻ, അവൻ പോലും ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച സ്ത്രീയുടെ പേരോ ഫോട്ടോയോ കാണിക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ നിങ്ങൾ വാർത്ത വായിക്കുന്നത്? അവരുടെ ഫോട്ടോയും
അവരെക്കുറിച്ചുള്ള വിവരങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴിയല്ല, മെയിൻ ചാനലുകൾ വഴി തന്നെ പുറത്തു വിടണം. അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അവൾ മുങ്ങിപ്പോകാതെ, ഒളിവിൽ പോവാതെ അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവളെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള വഴികളെല്ലാം അടച്ചത് മുഖ്യധാര ചാനലുകളാണ്. മുഖ്യധാര ചാനലുകളിൽ കൂടി ഒരു വാർത്തയും പുറത്തേക്ക് വിടാത്തത് കൊണ്ട് അവളുടെ ഒളിവ് താമസത്തിന് സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ആ അമ്മയുടെ കണ്ണുനീരിന് എന്ത് വില കൊടുത്താലും മതിയാവില്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ദീപക്കിന് നീതിക്ക് വേണ്ടി. മുസ്ലിം സമുദായക്കാർ തന്നെ ഒട്ടനവധി പേർ അവളെ അറസ്റ്റ് ചെയ്യണമെന്നും അവൾ ചെയ്തത് നീതികേടാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തി പുറത്തുവിട്ടിരിക്കുകയാണെന്നും സമ്മതിച്ചിരിക്കുന്നു. അവിടെയും ഇവിടെയും കുറച്ച് അറക്കലും മുറിക്കലുമായിട്ടുള്ള ചില സ്ത്രീകളുണ്ട്. അവർ മാത്രമാണ് അവൾക്ക് സപ്പോർട്ടായിട്ട് വന്നത്. ഇനി അവളുടെ വീട്ടിലാണോ ഷിംജിത പോയി താമസിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ദീപക്കിൻ്റെ അമ്മയ്ക്കും അച്ഛനും നീതി വാങ്ങിക്കൊടുക്കണം. നീതി കിട്ടിയേ മതിയാകൂ. ഇനി ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന വീഡിയോകളിൽപ്പെട്ട് ഒരു പുരുഷനും ജീവിതം അവസാനിപ്പിക്കരുത്. ഒരു നിമിഷ നേരം കൊണ്ട് തോന്നിയ ഒരു മനസ്സിൻ്റെ ചാഞ്ചാട്ടമാണ് ദീപക്കിൻ്റെ ജീവനെടുത്തത്. എങ്ങനെ മോനെ നീ ഹാങ് ചെയ്തു? എങ്ങനെ നിൻ്റെ കൈ വിറച്ചില്ലേ? നിൻ്റെ അമ്മ തൊട്ടപ്പുറത്തുണ്ടായിരുന്നില്ലേ? അച്ഛനുണ്ടായിരുന്നില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? നിന്നെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നതെല്ലാം നീ ഒരു പാവം മകനായിരുന്നെന്നും ആരോടും ഒരു തെറിവിളികൾക്കും പോകാത്ത നല്ല അടക്കവും ഒതുക്കവുമുള്ള നല്ലൊരു മകനായിരുന്നു എന്നാണ് പുറമേ ഉള്ളവർ എല്ലാവരും പറയുന്നത്. അതനുസരിച്ച് നിനക്ക് നീതി കിട്ടിയേ മതിയാകും. സമൂഹ മാധ്യമത്തിൽ 2-3 ദിവസമായിട്ട് കാണുന്നത് ഉസ്താദുമാരും വൈലിയാമാരും, എന്തിനു പറയുന്നു, ഉമ്മമാരും സഹോദരിമാരും അടങ്ങുന്ന, സഹോദരന്മാരും അടങ്ങുന്ന ഒരു പറ്റ മുസ്ലിങ്ങൾ ഇപ്പോൾ ഷിംജിതയ്ക്ക് എതിരായിട്ടാണ് വന്ന് വീഡിയോ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഷിംജിത എന്ന ആ മുസ്ലിം സ്ത്രീ, അവളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക, എത്രയും വേഗം ദീപക്കിന് നീതി കൊടുക്കുക. ഈ ഫെബ്രുവരി 19-ാം തീയതിയുള്ള കോഴിക്കോട് വെച്ചുള്ള സിറ്റിംഗ്, മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സിറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും അണിചേരുക. അതിനുശേഷം ഷിംജിതയ്ക്ക് ഏറ്റവും കുറഞ്ഞത് തൂക്ക് കയർ തന്നെ കൊടുക്കണം. പലരും വീഡിയോ ചെയ്തിട്ടത് കണ്ടു. ചില വ്യക്തികൾ പറയുന്നു സത്യാവസ്ഥ അറിയാതെ അവർക്കെതിരെ വീഡിയോ ചെയ്യരുതെന്ന്. ഇതിൽ കൂടുതൽ സത്യം എന്താണ് അറിയേണ്ടത്? ഒരു ബുദ്ധിമുട്ടും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പയ്യൻ, അവൻ്റെ ജോലി ചെയ്ത് ജീവിച്ചു കൊണ്ട് പോകുന്ന ഒരു പയ്യനെ ബസ്സിൽ വെച്ച് അവളുടെ കൈയാണ് അവൻ്റെ മേലെ, അവൻ്റെ കയ്യിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ കണ്ടാൽ അറിയാം ആരാണ് തട്ടാനും മുട്ടാനും പോയത് എന്നുള്ളത്. അവൾ തന്നെ അതിൽ തട്ടിയിട്ട് അവൾ വീഡിയോ എടുത്തുകൊണ്ട് തട്ടുന്നത് ക്യാമറയിൽ പതിഞ്ഞോ എന്ന് അവൾ നോക്കുന്നുണ്ട്. ആൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ ആൾ ഇറങ്ങുകയും ചെയ്തു. ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുമ്പോൾ വലത് കൈയിലും ബാഗ് പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. വലത് കൈയും ഇടത് കൈയും മറു സൈഡിൽ കൂടി എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ബാഗിനെ 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ടാണ് ആ പയ്യൻ ബസ്സിൽ നിന്നും ഇറങ്ങിയത്. അവളുടെ നെഞ്ചിൻ്റെ ഭാഗം അവൻ്റെ കയ്യിൽ മുട്ടത്തക്ക രീതിയിൽ അവൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ആ വീഡിയോ കാണുന്ന, കണ്ണ് തുറന്ന് കാണുന്ന ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് തട്ടി തട്ടി മുട്ടി എന്നൊക്കെ പറയുന്നത്. അവൾ അങ്ങോട്ടാണ് പോയി മുട്ടിയിരിക്കുന്നത്, അല്ലാതെ
ദീപക്ക് അവളെ മുട്ടാൻ വന്നിട്ടില്ല. ദീപക്ക് മുട്ടിയിട്ടുമില്ല. ഇങ്ങനെ തട്ടിയപ്പോഴും, അവൾ അങ്ങോട്ട് കയറി തട്ടിയപ്പോഴും ദീപക്ക് തിരിഞ്ഞു പോലും നോക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അത്ര നിഷ്കളങ്കനായ ഒരു മകനെ കൊലയ്ക്ക് കൊടുത്തില്ലടി നീ. നിനക്ക് എവിടെയാണ് മാപ്പ് കിട്ടുക? നിനക്ക് ഒരു സ്ഥലത്തും നിനക്ക് മാപ്പ് കിട്ടില്ല. നീ മാപ്പ് അർഹിക്കുന്നില്ല. നിന്നെ ദീപക്കിൻ്റെ അവസ്ഥയിൽ, ദീപക്കിൻ്റെ അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായ വേദന എത്രത്തോളമാണോ അത് മുഴുവനായിട്ടും പലിശയടക്കം നീയും അനുഭവിക്കും. നോക്കിക്കോ, നീ അനുഭവിച്ചേ മതിയാകും.